നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷമില്ലാത്ത എൻ.ഡി.എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മറികടക്കാനാകുമോ എന്നതാണ് ചോദ്യം. നിലവിൽ എൻ.ഡി.എക്ക് 148 അംഗങ്ങളുണ്ട്. 3-2 ഭൂരിപക്ഷത്തിന് എൻ.ഡി.എക്ക് 15 എം.പിമാരുടെ കുറവാണുള്ളത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലെ 4 സീറ്റുകൾ വീതവും മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ 3 സീറ്റുകളിലും ജാർഖണ്ഡ് 2 സീറ്റുകൾ, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഒപ്പം നടക്കും. ഒഴിവ് വരുന്ന സീറ്റുകളിൽ 18 എണ്ണം എൻ.ഡി.എയുടേതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ ആന്ധ്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വിജയിച്ചെടുക്കാൻ എൻ.ഡി.എക്ക് സാധിക്കും. കർണാടകയിലും ജാർഖണ്ഡിലും ഓരോ സീറ്റ് നഷ്ടമാകും. എൻ.ഡി.എയുടെ അംഗസംഖ്യ കൂടുമെങ്കിലും 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. 245 അംഗങ്ങളുള്ള സഭയിൽ ഭരണഘടനാ ഭേദഗതികൾ നടക്കുന്നതിന് 3-2 ഭൂരിപക്ഷം വേണം. എൻ.ഡി.എയുടെ അംഗസംഖ്യ കൂടുമെങ്കിലും 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. 245 അംഗങ്ങളുള്ള സഭയിൽ ഭരണഘടനാ ഭേദഗതികൾ നടത്തുന്നതിന് 3-2 ഭൂരിപക്ഷം വേണം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ 4 എണ്ണം കോൺഗ്രസിൻ്റെതാണ്. JMM 1, YSR, കോൺഗ്രസ് 3 എന്നിങ്ങനെയാണ് സീറ്റുകൾ. കോൺഗ്രസ് 5 സീറ്റുകൾ വരെ ജയിച്ചേക്കാം. JMM 2 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം 1 സീറ്റ് നേടും. തമിഴ്നാട്ടിൽ ADMK നേതാവ് VC ഷൺമുഖം നിയമസഭയിലേക്ക് ജയിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.